കേരളയിൽ വന്ന സമയത്ത് നമ്മുടെ ഒരു MLA പറഞ്ഞല്ലോ ആർക്കാണ് ഇത്ര ധൃതി പോകാനെന്ന്. അതൊരു പക്ഷേ തിരുവമ്പാടിക്കാർ പറയില്ല, അല്ലെങ്കിൽ വയനാട്ടിലുള്ള ആളുകൾ പറയില്ല. അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഒരു തവണയെങ്കിലും നമ്മൾ വയനാട് ചുരത്തിൽ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വയനാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ കോഴിക്കോടേക്ക് എത്താൻ കഴിയാതെ അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാം ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ആവശ്യകത എന്താണെന്ന്. ഇന്നിപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും നിർണായക ഘട്ടത്തിലാണ്. അത് തുടങ്ങാൻ പോകുന്നു. അവിടെ രൂപീകരിച്ച സമിതി 500 അംഗ സമിതിയുടെ ചെയർമാനാണ് ലിൻഡോ ജോസഫ്. അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് തുടരണമെങ്കിൽ സ്വാഭാവികമായും തിരുവമ്പാടിക്കാർക്ക് ലിൻഡോ ജോസഫിൻ്റെ ആ ഒരു നേതൃമികവ്, ഒരു സംഘാടക മികവ് ആവശ്യമാണ് എന്നവർ ചിന്തിച്ചേക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് മലയോര ജനതയും അവർ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം ലിൻഡോയുടെ ഈ തവണത്തെ തന്നെ ലിൻഡോ പ്രധാന ഒരു നേട്ടമായി അവതരിപ്പിക്കുന്നു. അവിടെ കുറേ കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നു. അതൊക്കെ നമുക്ക് ചെറിയ കാര്യമാണ്, എല്ലായിടത്തും ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പോലും ഒരു MLA നമ്മൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും അതൊക്കെ അദ്ദേഹത്തിന് പോസിറ്റീവ് ഘടകമായി മാറാം. ഞാൻ പറയുന്നത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും ലിൻഡോ ജോസഫ് അവിടെ ഒരു ഓപ്ഷനായി വരാം. അവർക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ലിൻഡോ ജോസഫ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അവിടെ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ലിൻഡോ ജോസഫ്. നേരത്തെ പറഞ്ഞ ലീഗ് ഒരു കുത്തകയാക്കി വെച്ച മണ്ഡലത്തിൽ ഒരു തുടർ വിജയം അവർ പ്രതീക്ഷിക്കുന്നതും അതുകൊണ്ട് കൂടിയാണ്. ലിൻഡോ അത്രമേൽ കരുത്തനാണ്. ഇനിയിപ്പോൾ UDF കോൺഗ്രസ് ഏറ്റെടുത്ത് ഇനി VS ജോയിയാണ് വരുന്നതെങ്കിൽ ഞാൻ പറയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല മത്സരം നടക്കുന്ന 2 യുവ നേതാക്കൾ തമ്മിൽ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തിരുവമ്പാടി മാറുകയും ചെയ്യും. അപ്പോൾ നെക്ക് ടു നെക്ക് ഫൈറ്റ് വന്നാലും ലിൻഡോയുടെ ജനകീയത എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റായി തന്നെ LDF അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.